ഈ പുതുവർഷാഘോഷത്തിൻ്റെ ലഹറും ലഹരിയും പ്രേരണയായിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ടുണ്ട്. ഈ സജി ചെറിയാൻ എന്ന മന്ത്രിയുടെ പ്രസ്താവന ഇടത് സർക്കാരിൻ്റെയും സംസ്ഥാന CPMൻ്റെയും ഔദ്യോഗിക നിലപാടാണ് എന്ന് ഇപ്പം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം മന്ത്രി സജി ചെറിയാൻ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെയും ക്രൈസ്തവ സമൂഹത്തെയും അപമാനിച്ചത് ശരിയാണെന്ന രീതിയിലാണ് തുടർന്ന് നടന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും പ്രസംഗവും വ്യക്തമാക്കുന്നത്. സജി ചെറിയാൻ്റെ പ്രസ്താവനയുടെ ആശയത്തോട് ചേർന്ന് നിൽക്കാനും ന്യായീകരിക്കാനുമാണ് മുഖ്യമന്ത്രിയും തയ്യാറായത്. മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടി അതിനോട് യോജിച്ചുകൊണ്ടുള്ള പ്രസ്താവനയാണ് അവരുടെ പല നേതാക്കന്മാരുടെയും ഭാഗത്തുണ്ടായിട്ടുള്ളത്. നമുക്കാർക്ക് ഇക്കാര്യത്തിൽ അത്ഭുതമില്ല. കാരണം മുഖ്യമന്ത്രി നേരത്തെ താമരശ്ശേരി പിതാവിനെ നികൃഷ്ട ജീവി എന്ന് വിശേഷിപ്പിച്ച് അപമാനിക്കുകയുണ്ടായി. പരസ്യമായിട്ടാണ് താമരശ്ശേരി പിതാവിനെ നികൃഷ്ടജീവി എന്ന് മുഖ്യമന്ത്രി അധിക്ഷേപിച്ചത്. ഇതുവരെ താമരശ്ശേരി പിതാവിനെ നികൃഷ്ടജീവി എന്ന മുഖ്യമന്ത്രിയുടെ അധിക്ഷേപം പിൻവലിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിന്നും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സജി ചെറിയാൻ്റെ ഈ പ്രസ്താവനയെ നാം മറ്റൊന്നാം അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള നിലപാടാണെന്ന് കാണേണ്ടതില്ല. അതായത് മന്ത്രി സജി ചെറിയാൻ്റെ നാക്കിലൂടെ CPMൻ്റെ ദുഷ്ടലാക്കാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെയും ക്രൈസ്തവ സമൂഹത്തെയും മാർക്സിസ്റ്റ് പാർട്ടി അപമാനിക്കുന്നത്, അവഹേളിക്കുന്നത്, അധിക്ഷേപിക്കുന്നത്? അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. കേവലം ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെയും ക്രൈസ്തവ സമൂഹത്തെയും മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം അപമാനിക്കുകയും അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നത്, ഹൈന്ദവ സമൂഹത്തോടും ഇതേ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ഹൈന്ദവ ആചാരങ്ങളെയും ആചാര്യന്മാരെയും ഇതേപോലെ അപമാനിക്കാനും അവഹേളിക്കാനും മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം തയ്യാറാകുന്നു. ഇപ്പോൾ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരെ നേരത്തെയും അധിക്ഷേപിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് പാലാ പിതാവിനെതിരായിട്ട് ജാമ്യമില്ല കേസെടുക്കുകയുണ്ടായി. അതേപോലെ തിരുവനന്തപുരത്ത് മറ്റൊരു ക്രൈസ്തവ മതമേലധ്യക്ഷനെതിരായിട്ട് ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് കേസെടുത്തിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. മാത്രമല്ല, നമുക്ക് ഓർമ്മയുണ്ടാകും, CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ശ്രീ MA ബേബി രൂപത എന്നതിൻ്റെ അർത്ഥം രൂപത എന്നുള്ളതാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് പരസ്യമായി അധിക്ഷേപിച്ചിട്ടുണ്ട്. രൂപത എന്നുള്ളത് രൂപത എന്നതാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചത്. അപ്പോൾ ഒരുപാട് നമ്മുടെ ഈ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരോടും ക്രൈസ്തവ സമൂഹത്തോടും മാർക്സിസ്റ്റ് പാർട്ടി കാണിക്കുന്ന ഈ നിലപാടിന് അടിസ്ഥാനപരമായ ചില കാരണങ്ങളുണ്ട്. ഇതേപോലെ ക്രൈസ്തവ സമൂഹത്തോട് മാത്രമല്ല, ഹൈന്ദവ ആചാരങ്ങളോടും ആചാര്യന്മാരോടും ഇതേ നിലപാടാണ് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം സ്വീകരിക്കുന്നത്. ഇപ്പോൾ ശബരിമല, അവിടെ നിലവിലുള്ള ആചാരത്തെ അട്ടിമറിക്കാൻ ശ്രമമുണ്ടായി. തീർത്ഥാടനത്തെ പോലും അട്ടിമറിക്കാൻ ശ്രമമുണ്ടായി. പരാജയപ്പെട്ടു ഗവൺമെൻറ്, വേറെ കാര്യം. നിശ്ചിത പ്രായത്തിനിടയിലുള്ള സ്ത്രീകൾ അവിടെ ദർശനം നടത്താറില്ല. പക്ഷേ ആ ആചാരത്തെ, അവിടുത്തെ അനുഷ്ഠാനത്തെ അട്ടിമറിച്ചുകൊണ്ട് തീർത്ഥാടനത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഇതാ ഈ തവണത്തെ തീർത്ഥാടനത്തെ അട്ടിമറിക്കാൻ വീണ്ടും ശ്രമം നടത്തി. ഞാനിവിടെ എറണാകുളത്ത് പത്രസമ്മേളനത്തിൽ വെച്ച് അക്കാര്യം വ്യക്തമാക്കിയതാണ്. ശബരിമല തീർത്ഥാടനത്തിന് രണ്ടാം അട്ടിമറിയാണ് ഈ പ്രാവശ്യം നടന്നത്.
ഗണപതി ഹിന്ദു സമൂഹം ദേവതയായി കാണുന്ന ഗണപതിയെ മിത്താണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്പീക്കർ പോലും അപമാനിച്ചു. അതായത് ഗണപതിയെ മിത്താണ് എന്നാണ് വിശേഷിപ്പിക്കുന്നതെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ആരാധനാലയങ്ങളിലെയും ദേവിമാർ മിത്താണ്. അപ്പോൾ ഹൈന്ദവ സമൂഹത്തിൻ്റെ ആചാരത്തിൻ്റെ അടിത്തറ തന്നെ തകർക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഹൈന്ദവ ആചാര്യന്മാരെ അവരെയും അധിക്ഷേപിക്കുന്നതിൽ മാർക്സിസ്റ്റ് പാർട്ടി പിന്നോട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശിവഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം കാവ്യെ ബഹിഷ്കരിച്ചു, കാവ്യെ അവഗണിച്ചു. സത്യത്തിൽ ഈ പ്രസംഗത്തിലൂടെ ഗുരുനിന്ദയാണ് മുഖ്യമന്ത്രി നടത്തിയത്. മുഖ്യമന്ത്രി ഗുരുവിനെ മാത്രമല്ല അപമാനിച്ചത്, ഗുരു ശിഷ്യന്മാരെയും അപമാനിച്ചു. ഇപ്പോൾ ഗുരു കാവ്യക്കെതിരായിട്ട് ഒന്നും ശബ്ദിച്ചില്ല, ഒന്നും സംസാരിച്ചില്ല എന്ന് മാത്രമല്ല, സിലോണിലേക്ക് അദ്ദേഹം പോയത്, ശ്രീലങ്കയിലേക്ക് അദ്ദേഹം പോയത് കാവ്യ വസ്ത്രം ധരിച്ചാണ്. മുഖ്യമന്ത്രി ഈ ഉദ്ഘാടന പ്രസംഗം നടത്തുന്ന സമയത്ത് വേദിയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ എല്ലാ ശിഷ്യന്മാരും കാവ്യ വസ്ത്രം ധരിച്ചാണ് ഇരിക്കുന്നത്. ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികളും ജനറൽ സെക്രട്ടറി ശുഭാനന്ദ സ്വാമികൾ തൊട്ട് ശാരദാനന്ദ സ്വാമികൾ എല്ലാ സ്വാമിമാരും കാവ്യ വസ്ത്രം ധരിച്ചാണ് അവിടെ ഉപവിഷ്ടരായത്. അപ്പോൾ സത്യത്തിൽ ശിവഗിരിയിൽ വന്ന് ഗുരുനിന്ദ നടത്തുക, ഗുരുവിൻ്റെ ശിഷ്യന്മാരെ അപമാനിക്കുക, അതുവഴി ശിവഗിരി തീർത്ഥാടനം അട്ടിമറിക്കുക എന്നുള്ള ഹിഡൻ അജണ്ട മുഖ്യമന്ത്രിയുടെ ഈ പ്രസംഗത്തിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞത് ഇത് വളരെ ബോധപൂർവമാണ്. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെയും ക്രൈസ്തവ സമൂഹത്തെയും ഹിന്ദു ആചാരങ്ങളെയും ആചാര്യന്മാരെയും അപമാനിക്കുന്നതിൻ്റെയും അവഹേളിക്കുന്നതിൻ്റെയും അധിക്ഷേപിക്കുന്നതിൻ്റെയും പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. അത് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന PFI പോലുള്ള, SDPI പോലുള്ള, ഹമാസ് പോലുള്ള മത തീവ്രവാദ സംഘടനകളെ സന്തോഷിപ്പിക്കാൻ, പ്രീതിപ്പെടുത്താൻ, പ്രീണിപ്പിക്കാനാണ് ഈ വിമർശനത്തിലൂടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും CPM നേതാക്കന്മാരും ശ്രമിക്കുന്നത്. ഈ അത്യന്തം പ്രതിഷേധാർഹമാണ്. ഇവിടെ മതഭീകരന്മാരെ പ്രീതിപ്പെടുത്തുക, പ്രീണിപ്പിക്കുക, അതിന് ഏതറ്റവും പോകാൻ തയ്യാറാണ്. ഇവിടുത്തെ രണ്ട് പ്രബലമായ മതസമൂഹത്തെ അവഹേളിക്കാനും അപമാനിക്കാനും പോലും തയ്യാറാകുന്നു. ഇവിടെ ഇത്തിരി വോട്ടുകൾക്ക് വേണ്ടി ഏതറ്റവും പോകാൻ മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം തയ്യാറാകും എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സജി ചെറിയാൻ്റെ പ്രസ്താവന എന്ന് പറയാൻ സാധിക്കും, നിസ്സംശയം പറയാൻ സാധിക്കും. പക്ഷേ ഇത് സാംസ്കാരിക കേരളത്തിന് അപമാനകരമാണ്. ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഈ തരംതാണ പ്രസ്താവന. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ മന്ത്രിസഭയെ തന്നെ പരിശോധിച്ചാൽ നമ്മൾ സജി ചെറിയാൻ്റെ പ്രസ്താവനയിൽ അത്ഭുതം കാണേണ്ടതില്ല. ക്രിമിനലായിട്ടുള്ള ആഭ്യന്തരമന്ത്രി നമുക്കുണ്ട്, സംസ്കാരമില്ലാത്ത സാംസ്കാരിക മന്ത്രി, ഈശ്വരവിശ്വാസമില്ലാത്ത ദേവസ്വം മന്ത്രി, ഇവരടങ്ങുന്ന മന്ത്രിസഭയാണ് ഉള്ളത്. ക്രിമിനലായിട്ടുള്ള ആഭ്യന്തരമന്ത്രി, സംസ്കാരശൂന്യമായി പെരുമാറുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി, ഈശ്വരവിശ്വാസമില്ലാത്ത ദേവസ്വം മന്ത്രി. ഇനി അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നില്ല, ഇത്രമാത്രം മതിയല്ലോ. ഈ മന്ത്രിസഭ നമ്മുടെ കേരളത്തിന് അപമാനകരമാണ്, സാംസ്കാരിക കേരളത്തിന് അപമാനകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വികാരം മാനിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട്, പ്രത്യേകിച്ചും ക്രൈസ്തവ സമൂഹത്തോടും മതമേലധ്യക്ഷന്മാരോടും പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്.
ഇത് മാത്രമല്ല, ഇപ്പം സ്വാഭാവികമായിട്ടും ഓരോ മതത്തിൻ്റെയും അധ്യക്ഷന്മാർ അല്ലെങ്കിൽ അതിൻ്റെ ആചാര്യന്മാർ എവിടെ ഏത് യോഗത്തിൽ പങ്കെടുക്കണം, ഏത് യോഗത്തിൽ പങ്കെടുക്കണ്ട, ഇത് തീരുമാനിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ആരാ? മതപരമായ കാര്യങ്ങൾ, മതത്തിൻ്റെ കാര്യങ്ങൾ മതത്തിൻ്റെ ആചാര്യന്മാർ തീരുമാനിക്കട്ടെ. CPM-ൻ്റെ കാര്യങ്ങൾ CPM തീരുമാനിക്കാം. ഇവിടെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ എവിടെ പോകണം, എവിടെ പോകണ്ട, എന്താണ് ഭക്ഷിക്കേണ്ടത്, കേക്ക് ഭക്ഷിക്കണോ, കേക്ക് കഴിക്കാതിരിക്കണോ, വാറ്റിയ വീൽ വാറ്റിയ മുന്തിരിച്ചാറ് കഴിക്കണോ കഴിക്കണ്ടയോ, ഇത് തീരുമാനിക്കാൻ സജി ചെറിയാൻ ആരാ? മുഖ്യമന്ത്രി ആരാ? അത് മതമേലധ്യക്ഷന്മാർക്ക് വിട്ടുകൊടുക്കണ്ടേ? അവർ തീരുമാനിച്ചോട്ടെ. ഈ മതപരമായ കാര്യങ്ങളിൽ, മത ആചാര്യന്മാരുടെ കാര്യങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടി എന്തിനിടപെടുന്നു? ഇതാണോ ഇവരുടെ മതേതരത്വം? ഇതേ രീതിയിൽ തന്നെയാണ് ഹിന്ദു സമൂഹത്തോട് ഇവർ കാണിക്കുന്നത്. ഇപ്പോൾ സത്യത്തിൽ നമ്മുടെ സ്പീക്കർ ഷംസീർ അദ്ദേഹത്തിൻ്റെ സ്വന്തം മതത്തെ, അതിൻ്റെ ആചാരത്തെ, അനുഷ്ഠാനത്തെ ശാസ്ത്രീയമാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പുകഴ്ത്തുകയുണ്ടായി. ഞങ്ങൾക്കതിനോട് സന്തോഷമുണ്ട് അതിന്. പക്ഷേ സ്വന്തം മതത്തെ പുകഴ്ത്തി പറയുന്ന സമയത്ത് എന്തിനാണ് മറ്റേ ഹിന്ദു സമൂഹത്തെ അപമാനിക്കുന്നത്, ഇകഴ്ത്തി പറയുന്നത്? ഇതിനെ സംബന്ധിച്ചൊരു സംവാദം, ഒരു തർക്കം വന്നാൽ അത് നമ്മുടെ സമൂഹത്തിന് ഗുണകരമാകുമോ? അത് സ്പീക്കറുടെ പ്രസ്താവന അതുകൊണ്ട് അവസാനിച്ചു എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ ഇവർ വീണ്ടും അതേ നിലപാടിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ CPM-ൻ്റെ അതുപോലെ LDF സർക്കാരിൻ്റെ ഈ നിലപാടിനെതിരായിട്ട്, ക്രൈസ്തവ ഹൈന്ദവ വിരുദ്ധ നിലപാടുകൾക്കെതിരായിട്ട്, അല്ലെങ്കിൽ വിശ്വാസികൾക്കെതിരായിട്ടുള്ള നിലപാടിനെതിരായിട്ട് മുഴുവൻ ജനങ്ങളും, അത് ജാതി മത വർഗ പരിഗണനകൾക്കതീതമായി മുഴുവൻ മതവിശ്വാസികളും മതേതര വിശ്വാസികളും പ്രതികരിക്കണം, പ്രതിഷേധിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. മറ്റൊന്നൊരു കാര്യവും കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് നവകേരള സദസ്സിൻ്റെ സമാപനമാണ്. അത് നിങ്ങളുടെ എറണാകുളം ജില്ലയിൽ വെച്ചാണ് നടക്കുന്നത്. ഈ സമാപന ചടങ്ങിലെങ്കിൽ മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ വ്യക്തമാക്കണം. ഈ നവകേരള സദസ്സ് കൊണ്ട് ഇവിടെ സാമൂഹ്യക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ സാധിക്കാത്ത, അത്യന്തം സാമ്പത്തിക തകർച്ചയുടെ നെല്ലിപ്പടിയിലെത്തിയിരിക്കുന്ന ഈ സംസ്ഥാനത്ത് ഈ 36 ദിവസം സെക്രട്ടേറിയറ്റ് അടച്ചുപൂട്ടി ഈ 140 മണ്ഡലങ്ങളിലും ഈ മന്ത്രിപുങ്കവന്മാർ സന്ദർശനം നടത്തിയിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയത് എന്നവർ വിശദീകരിക്കണം. ഏതായാലും ഗവൺമെൻറ് ഒരു കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങളെ സന്ദർശനത്തോടനുബന്ധിച്ച് കൗണ്ടറുകളിൽ നിന്നും കിട്ടിയിട്ടുള്ള പരാതികളിൽ 5% പോലും ഇതുവരെ പരിഹരിച്ചിട്ടില്ല. അപ്പോൾ ഇനി പരാതി പരിഹരിച്ചു എന്ന് പറയാൻ സാധ്യമല്ല. പിന്നെന്താ ഉണ്ടായത്? 1 സമൃദ്ധമായ ഭക്ഷണം, 2 സുഖനിദ്ര, 3 നമ്മുടെ മുഖ്യമന്ത്രിയുടെ തട്ടുപൊളിപ്പൻ പ്രസംഗം. ഇതിനപ്പുറത്തൊന്നും സംഭവിച്ചിട്ടില്ല. എന്താ സംഭവിച്ചത്? എന്താ കേരളത്തിന് ഗുണം കിട്ടിയത്? ഇപ്പോൾ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു. അത് പറയാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ ഖജാനാവിലെ കോടികൾ ചെലവഴിച്ചുകൊണ്ട് ഇത്തരമൊരു യാത്ര മന്ത്രിമാർ മൊത്തം നടത്തേണ്ട, മുഖ്യമന്ത്രിയും എല്ലാ മന്ത്രിമാരും നടത്തേണ്ടതുണ്ടോ? കേന്ദ്രം കേരളത്തിന് അർഹമായിട്ട് എല്ലാം നൽകിയെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി ലോകസഭക്കകത്ത്, പാർലമെൻറ്റിനകത്തും പുറത്തും കേരളത്തിൽ വന്നും വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്, പ്രസ്താവിച്ചിട്ടുണ്ട്. മാത്രമല്ല, കിട്ടാനുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട്, നിയമപരമായിട്ട്, വ്യവസ്ഥാപിതമായിട്ട് കേന്ദ്രത്തിന് നൽകിയാൽ, കണക്ക് നൽകിയാൽ കൊടുക്കാൻ തയ്യാറാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തിനായി കോടികൾ ചെലവഴിച്ചുകൊണ്ടുള്ള ഈ നവകേരള സദസ്സിൻ്റെ പ്രയോജനം എന്താ? ഈ സമാപനത്തിൽ അദ്ദേഹം
പ്രഖ്യാപിക്കണം. 2, ഇതിനു വേണ്ടി എത്ര കോടിയാണ് ചെലവായിട്ടുള്ളത് എന്നും പറയണം. ഈ നവകേരള സദസ്സിന് വേണ്ടി സംസ്ഥാന സർക്കാർ എത്ര കോടി കൊടുത്തു? നവകേരള സദസ്സിന് വേണ്ടിയിട്ട് സഹകരണ സംഘങ്ങളിലൂടെ എത്ര കോടിയാണ് ലഭിച്ചിട്ടുള്ളത്? നവകേരള സദസ്സിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത തുക എത്രയാണ്? ഇതിനെല്ലാം അപ്പുറത്ത് ഈ നാട്ടിലെ നികുതി വെട്ടിപ്പുകാരിൽ നിന്ന്, കള്ളപ്പണക്കാരിൽ നിന്ന് എത്ര കോടിയാണ് സ്പോൺസർഷിപ്പിലൂടെ പിരിച്ചെടുത്തിട്ടുള്ളത്? ഇതെല്ലാം ചേർന്ന് എത്ര കോടി വരും? ഇനി മിച്ചമുണ്ടോ, ലാഭമാണോ, നഷ്ടമാണോ എന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണം. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ രാവിലത്തെ ഈ പൗരപ്രമാണിമാരുടെ പ്രഭാത ഭക്ഷണവും അതോടനുബന്ധിച്ചുള്ള പ്രഭാത സമ്മേളനവും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫണ്ട് പിരിവിനുള്ള ഒരേർപ്പാടാണ് എന്ന കാര്യം സംശയമില്ല. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് കാശിന് ഗുണമില്ലാത്ത, പ്രയോജനമില്ലാത്ത ഈ നവകേരള സദസ്സ് കൊണ്ട് കേരളത്തിന് ഒരു നേട്ടം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഒരുപാട് കോടികളുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇതും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, എങ്ങനെ? അല്ല, ഞാൻ മനസ്സിലാക്കുന്ന കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച്, റെയിൽവേ മന്ത്രാലയത്തെ സംബന്ധിച്ച് കേരളയിൽ അടഞ്ഞ അധ്യായം. അതല്ല, ഈ നമ്മുടെ മന്ത്രിയുടെ പ്രസ്താവന കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എറണാകുളത്ത് വെച്ച് തന്നെയാണ് മുഖ്യമന്ത്രി ആ പ്രസ്താവനയെ ന്യായീകരിച്ചുകൊണ്ട് ആവർത്തിച്ച് പ്രഖ്യാപിച്ചത്. വീണ്ടും ആവർത്തിച്ച് അദ്ദേഹം പ്രസംഗിച്ചു. അതുകൊണ്ട് ഒരിക്കലും പറയാൻ സാധ്യമല്ല. ഒരു മാത്രമല്ലല്ലോ, ഈ നികൃഷ്ടജീവി പ്രയോഗം ഇതുവരെ പിൻവലിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഗോവിന്ദ മാഷ് പറയട്ടെ, ഈ മതമേലധ്യക്ഷന്മാരെ, ക്രൈസ്തവ മതമേലധ്യക്ഷനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച അന്നത്തെ പ്രസംഗം ശരിയാണോ തെറ്റാണോ? കാരണം തങ്ങളുടെ നിലപാടല്ലായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രി തിരുത്തി പറയണമായിരുന്നു. തിരുത്തി പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി ന്യായീകരിച്ചുകൊണ്ടാണ് പ്രസംഗിച്ചത്. അതിൽ യാതൊരു ആത്മാർത്ഥതയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മറിച്ച് മുഖ്യമന്ത്രി ന്യായീകരിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഗോവിന്ദ മാഷ് പറയേണ്ടത് മുഖ്യമന്ത്രി പ്രസംഗിച്ചതും സജി ചെറിയാൻ പ്രസംഗിച്ചതും പാർട്ടി നിലപാടിന് വിരുദ്ധമാണ്. അങ്ങനെ പറയട്ടെ. ആ സമയത്ത് നമുക്ക് കണക്കാക്കാം. ഞങ്ങൾ പരസ്യമായിട്ടാണല്ലോ, പത്രസമ്മേളനം വെച്ചിട്ടാണല്ലോ ഞങ്ങൾ പ്രതിഷേധിച്ചിട്ടുള്ളത്. അപ്പോൾ പരസ്യമായിട്ട് തന്നെയാണല്ലോ പ്രതിഷേധം. ഇതിൽ വിശ്വാസികൾ എന്തെങ്കിലും പ്രതിഷേധങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ഞങ്ങൾ അനുഭാവം പ്രകടിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഏത് മതമേലധ്യക്ഷന്മാരെയും അപമാനിക്കുന്നവർക്കെതിരെ ഞങ്ങൾ ശബ്ദം ഉയർത്തും. ഞങ്ങളുടെ നിലപാടാണത്. അത് ഹിന്ദു ആചാര്യന്മാരായാലും ശരി,
ക്രൈസ്തവ ആചാര്യന്മാരായാലും ശരി, ഇനി മുസ്ലിം മത ആചാര്യന്മാർക്കെതിരെ ഇതുപോലെ പരാമർശം നടത്തിയാൽ അതിനും ഞങ്ങൾ എതിർക്കും. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്ന KCBC എന്ന് പറയുന്നത് ക്രൈസ്തവ ബിഷപ്പുമാരുടെ ഒരു ഏകോപിത സംഘടനയാണ്. അവർ ഇക്കാര്യം വളരെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരേ നിഘണ്ടുവാണ് ഇവരെല്ലാവരും ഉപയോഗിക്കുന്നത്, അതിലെ പദപ്രയോഗങ്ങളാണ് ഇവരെല്ലാവരും നടത്തുന്നത്. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിനും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്കും സജി ചെറിയാൻ്റെ നിലപാടിനോട്, മുഖ്യമന്ത്രി നിലപാടിനോട് എന്താണ് അവരുടെ നിലപാട്, അവരുടെ പ്രതികരണം, അവരുടെ അഭിപ്രായം എന്താണെന്ന് അസന്നിഗ്ധമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെ ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നത്, അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അതേസമയം നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ ഒരു ഭാഗത്ത് ഞാൻ സൂചിപ്പിച്ചല്ലോ, ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഈ രീതി നിലപാട്, ഹൈന്ദവ സമൂഹത്തിനെതിരെ ഈ ഒരു നിലപാട്. എന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് അപ്രൂട്ട് ഹിന്ദു എന്ന സ്ലോഗനുമായിട്ട് ജമാഅത്തെ ഇസ്ലാമി പരസ്യമായിട്ടൊരു പരിപാടി നടത്തി. ഹമാസിൻ്റെ ആഗോള നേതാവാണ് അത് ഉദ്ഘാടനം ചെയ്തത്. എന്താ അപ്രൂട്ട് ഹിന്ദു എന്ന് പറഞ്ഞാൽ? ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇത്തരമൊരു പരസ്യമായിട്ട് അപ്രൂട്ട് ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഒരു സമ്മേളനം നടത്തി. അതിൽ ആഗോള തീവ്രവാദ സംഘടനയായിട്ടുള്ള ഹമാസിൻ്റെ ആഗോള നേതാവ് അതിൽ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്തു. അവർക്കെതിരായിട്ട് യാതൊരു നടപടിയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്താ ഈ ഒരു നിലപാടെന്താ? ഇത് മതേതരമായിട്ട് കാണാൻ സാധ്യമല്ല. ഒരു ഭാഗത്ത് സാധാരണ നിയമാനുസൃതം ഇവിടെ ആചാര അനുഷ്ഠാനങ്ങൾ നടത്തി മതവിശ്വാസങ്ങൾ പ്രകടിപ്പിക്കുന്ന മതങ്ങളെ, ക്രൈസ്തവ ഹൈന്ദവ സമൂഹത്തെ ഒരു ഭാഗത്ത് അപമാനിക്കുക, അവഹേളിക്കുക, അധിക്ഷേപിക്കുക, ജാമ്യമില്ലാ വകുപ്പ് ഉയർത്തിക്കുക, ആചാര്യന്മാർക്കെതിരെ കേസെടുക്കുക. മറുഭാഗത്ത് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ പ്രസംഗിക്കുക, സമ്മേളനം നടത്തുക, അവർക്കെതിരായിട്ട് യാതൊരു നടപടിയില്ല എന്ന് മാത്രമല്ല അതിന് പ്രോത്സാഹനം കൊടുക്കുക. ഇവിടെ മനസ്സിലാക്കേണ്ടത് മതതീവ്രവാദികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരെ വോട്ട് ലഭിക്കാൻ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് വോട്ട് കിട്ടാനുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള രാഷ്ട്രീയ നീക്കമാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അല്ല, കോൺഗ്രസിൻ്റെ ഞങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടിനെ ഞാൻ ഗൗരവപൂർവ്വം കാണുന്നില്ല. അവർ ഒരേ മുന്നണിയിലെ ഘടകകക്ഷികളാണ്. ഇപ്പം ദേശീയ തലത്തിൽ BJPക്കെതിരെ, NDAക്കെതിരെ, നരേന്ദ്രമോദിക്കെതിരെ രൂപം കൊണ്ട IND മുന്നണിയിലെ ഘടകകക്ഷിയാണ് കോൺഗ്രസും CPM. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവെന്ന് പറയാൻ പോലും സാധ്യമല്ല. അവരൊരു മുന്നണിയിലെ പ്രധാന രണ്ട് ഘടകകക്ഷികളുടെ ഒരു നേതാവാണ് മുഖ്യമന്ത്രി, മറ്റൊരു നേതാവാണ് പ്രതിപക്ഷ നേതാവ്. ഇത് രണ്ടും അർത്ഥമൊന്നുമില്ല. ഇവർ ഈ നമ്മുടെ ഒലവക്കോട് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒന്നാണ്. മുസ്ലിം സമൂഹത്തെയല്ല അവരൊരു പക്ഷേ ആഗ്രഹിക്കുന്നത് അവരുടെ വോട്ടുകൾ മൊത്തമായി കരസ്ഥമാക്കാം എന്നുള്ളതാണ്. പക്ഷെ അവർ പ്രോത്സാഹിപ്പിക്കുന്നത്, പ്രീണിപ്പിക്കുന്നത് മതഭീകര സംഘടനകളെയാണ്. മതഭീകര സംഘടനകളെ പ്രീണിപ്പിച്ച് സന്തോഷിപ്പിച്ച് മുഴുവൻ മുസ്ലിം സമൂഹത്തിനെയും വോട്ടുകൾ കൗശലപൂർവ്വം കരസ്ഥമാക്കാമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പറയുന്നു, മുസ്ലിം സമൂഹത്തിൽ മതേതര വിശ്വാസികൾ ധാരാളമുണ്ട്. അവർ CPMൻ്റെ ഈ നിലപാടിനെതിരായിട്ട് പ്രതിഷേധിക്കും. അതുപോലെ ഈ തീവ്രവാദ സംഘടനകൾക്കെതിരെ യഥാർത്ഥ മുസ്ലിം മതവിശ്വാസികൾ അവർക്കെതിരെ പ്രതിഷേധിക്കും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ഈ തീവ്രവാദ സംഘടനകൾക്ക്, ഭീകരന്മാർക്ക് മതവും ഇല്ല, മതേതരത്വവും ഇല്ല. ഓക്കെ, താങ്ക് യു, നമസ്കാരം.